ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിലെ ഡെവലപ്മെൻറ്റ് ഓഫ് സർഫേസസിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഞാനിവിടെ വീഡിയോ ആയിട്ട് എടുക്കാൻ പോകുന്നത്. സോ ഇവിടെ ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഇതിപ്പോൾ ഒരു ഫിഗറാണ്. ഇത് ഫണൽ. നിങ്ങൾക്ക് അധികവും യൂണിവേഴ്സിറ്റി എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ഒരു ചോദ്യമാണ് ഈ ഫണൽ. ഫണൽ എന്ന് പറയുമ്പോൾ ഇതിൽ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സെക്ഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഇതിനു മുമ്പ് പഠിച്ച ടോപ്പിക്കിൽ ഒന്നുകിൽ സിലിണ്ടർ ആയിരിക്കും, അല്ലെങ്കിൽ കോൺ ആയിരിക്കും, അല്ലെങ്കിൽ ഹെക്സഗണൽ പ്രിസം ഓർ പിരമിഡ് ഓർ സംതിങ്. ഇതിലേതെങ്കിലും ഒരു കോമ്പണന്റ് എങ്ങനെ വരക്കാമെന്നാണ് പഠിച്ചത്. പക്ഷേ ഈ ഒരു ടോപ്പിക്കിൽ ഈ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സെക്ഷൻസ് ഒരുമിച്ച് ചേർന്നാൽ എങ്ങനെയിരിക്കും എന്ന് പഠിക്കുന്നു. ഇപ്പോൾ ഈ ഒരു കേസിൽ ഇതുണ്ടോ, ഇതിന് ഞാൻ 3 കോമ്പണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 1, 2 ആൻഡ് 3. ഇത് ഇവിടെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഫണലാണ്. അപ്പോൾ ഫണലിന്റെ ഫസ്റ്റ് പോർഷൻ എന്താണ്? സിലിണ്ടർ ആണ്. സിലിണ്ടർ ഓഫ് ഇപ്പോൾ ഇവിടെയുള്ള ഡയമെൻഷൻ കൊടുത്തിട്ടില്ല. ഡയമെൻഷൻ ശരിക്ക് ഡയമെൻഷൻ ഡയ 80 ആണ്. ഓക്കെ, സോ ഡയ ഈസ് 80. Dia is 80. So first portion is a cylinder. Second portion is a inverted funnel. Inverted cone. Cone, otherwise a frustum. Frustum of cone എങ്ങനെയിരിക്കും? Frustum of cone എന്ന് പറയുമ്പോൾ നിങ്ങളത് പഠിച്ചിട്ടുള്ളതാണ്. Frustum of cone അതിന്റെ 3D ഐസോമെട്രി ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഫ്രസ്റ്റം ഓഫ് കോൺ മേലെയുള്ള ഈ ഒരു ചെറിയൊരു പോർഷൻ റിമൂവ് ചെയ്തിട്ടുള്ള ബാക്കി ഫ്രസ്റ്റം ഓഫ് കോൺ വിൽ ബി ഹാവിംഗ് 2 diameters, 1 major diameter in the bottom and a small diameter at the top. അല്ലെങ്കിൽ അത് ഇൻവേർട്ടഡ്. ഇപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ ഇൻവേർട്ടഡ് ഫ്രസ്റ്റം ആണ്. സോ ഇത് ലാർജർ ഡയമീറ്റർ ആയിരിക്കും, സ്മോൾ ഡയമീറ്റർ ആയിരിക്കും. അപ്പോൾ സെക്കൻഡ് പോർഷൻ ഇൻവേർട്ടഡ് ഫ്രസ്റ്റം ആണ്. തേർഡ് പോർഷൻ ഇതൊരു സിലിണ്ടർ ആണ്. ഇതും ഫസ്റ്റ് പോർഷൻ പോലെയുള്ള ഒരു സിലിണ്ടർ ആണ്. പക്ഷേ ഇത് കണ്ടോ, ഈ ഒരു പോർഷൻ ഒരു ഇൻക്ലൈൻഡ് ആയിട്ട് കട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഈ കട്ടിങ് ആംഗിൾ ഇവിടെ കൊടുത്തിട്ടില്ല. ആ ആംഗിൾ 45 ഡിഗ്രിയാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇപ്പോൾ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് പോർഷൻ നമുക്ക് ഇപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് 3 പോർഷൻസും ഒരുമിച്ച് വരക്കാൻ കഴിയില്ല. അതായത് ഒന്നു ചേർന്ന പോലെ വരക്കാൻ കഴിയില്ല. 3ഉം സെപ്പറേറ്റ് ആയിട്ട് വരക്കണം. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് പോർഷൻ വിൽ ബി ലൈക്ക് ദിസ്. അതായത് ഇത് ഞാൻ പറഞ്ഞു ഒരു സിലിണ്ടർ ആണ്. സിലിണ്ടറിന്റെ ഡെവലപ്മെന്റ് വിൽ ബി ലൈക്ക് എ റെക്ടാംഗിൾ ആയിട്ടായിരിക്കും സിലിണ്ടറിന്റെ ഡെവലപ്മെന്റ് ഉണ്ടാകുക. അത് ക്ലാസ്സിൽ ചെയ്തതാണ്. അപ്പോൾ ആ റെക്ടാംഗിളിന്റെ ടോട്ടൽ ലെങ്ത് വിൽ ബി ദ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ. ഇതൊരു സിലിണ്ടർ ആണ്. സിലിണ്ടറിന് ഒരു സർക്കുലർ ബേസ് ആയിരിക്കും ഉണ്ടാവുക, അല്ലെ? അതുകൊണ്ടാണ് ഡയമീറ്റർ 80 എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിലിണ്ടറിന്റെ ഡെവലപ്മെന്റൽ ലെങ്ത്, ടോട്ടൽ ലെങ്ത് വിൽ ബി ഈക്വൽ ടു ദ സർക്കംഫറൻസ് ഓഫ് ദ സിലിണ്ടർ. That will be equal to 2 pi r or otherwise pi d. Pi d here diameter is 80, so it will be like pi into 80. So the development of first portion is very simple. Here the dimension is 15 mm height. So ഈ 15 mm ഹൈറ്റിൽ പൈ ഇൻറ്റു 80 mm ലെങ്ത്തിൽ ഒരു റെക്ടാങ്കുലർ ബ്ലോക്ക്. ഇതാണ് ഫസ്റ്റ് പോർഷന്റെ ഡെവലപ്മെന്റ്. ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ, ഇത് വിഷ്വലായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ രണ്ടിന്റെയും ഡയമെൻഷനിൽ ഒരു മിസ്റ്റേക്ക് വരുന്ന പോലെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ഇത് ജസ്റ്റ് ഒരു പ്രിന്റഡ് നോട്ടാണ്. നിങ്ങൾ അത് നോക്കിയിട്ട് അതായത് കൺഫ്യൂസ് ആവരുത്. ഇതിന്റെ ഡയമെൻഷൻ ഇപ്പോൾ ഇത് 80 ആണെങ്കിൽ പൈ ഇൻറ്റു 80 വിൽ ബി ഈക്വൽ ടു ഓൾമോസ്റ്റ് 250. പൈ എന്ന് പറയുന്നത് 3.14 ആണ്. അപ്പോൾ 3 ഇൻറ്റു 80 240. അപ്പോൾ 250ന്റെ അടുത്ത് ആയിരിക്കും ഇതിന്റെ വാല്യൂ ഇത്. അപ്പോൾ ദിസ് വിൽ ബി ദ ലോങ്സ്റ്റ് ഡയമെൻഷൻ. Okay, now the second one is in inverted frustum.
ഈ ഇൻവേർട്ടഡ് ഫ്രസ്റ്റത്തിൽ ഈ ഒരു കേസിൽ ഇതുണ്ടോ, ഇവിടെ വരെ ഈ ലൈൻ വരുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ലൈനിനെ ഡെവലപ്പ് ചെയ്ത് ഇവിടത്തേക്ക് കൊണ്ടുവരണം. അതായത് ഇതിനെ ഒരു വെർട്ടെക്സ് കണ്ടുപിടിക്കണം, ഇതിന്റെ വെർട്ടെക്സ് കണ്ടുപിടിക്കണം. അത് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും, ഒരു കോൺ ഇപ്പോൾ ഇങ്ങനെയായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ കോണാണെങ്കിൽ കോണിന്റെ ടോപ്പ് വ്യൂ ഇങ്ങനെ ഇരിക്കും, ഫ്രണ്ട് വ്യൂ ഇങ്ങനെ ഇരിക്കും, ടോപ്പ് വ്യൂ ഇങ്ങനെ ഇരിക്കും. അതായത് ടോപ്പ് വ്യൂ വിൽ ബി എ സർക്കിൾ ആൻഡ് ഫ്രണ്ട് വ്യൂ വിൽ ബി എ ട്രയാങ്കിൾ. സോ ദ ഡെവലപ്മെന്റ് വിൽ ബി ലൈക്ക് ദിസ്. എങ്ങനെ കണ്ടുപിടിക്കും? ഈ ലെങ്ത്, സ്ലാൻഡിങ് ലെങ്ത് എത്രയാണോ അത് മെഷർ ചെയ്തിട്ട് ഈ വെർട്ടെക്സിനെ ഡെവലപ്പ് ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് ഈ പോയിന്റ് കോമ്പസ് വെച്ചിട്ട് ലെങ്ത്, ഈ സ്ലാൻഡിങ് ലെങ്ത് കോമ്പസിൽ എടുത്തിട്ട് ഒരു ആർക്ക് കട്ട് ചെയ്യുന്നു. അതേപോലെ ഈ ആംഗിൾ കണ്ടുപിടിക്കണം. ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തിട്ട് അവിടുന്ന് വെർട്ടെക്സിലേക്ക് ഒരു ലൈൻ വരക്കുന്നു. ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? ആംഗിൾ കണ്ടുപിടിക്കേണ്ട ഫോമുല ഇതിപ്പോ നിങ്ങൾ ക്ലാസ്സിൽ ഇങ്ങനെയായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഇവിടെയുള്ള കേസിൽ ഇൻവേർട്ടഡ് ഫ്രസ്റ്റ് ആണ്, അതർവൈസ് ഇൻവേർട്ടഡ് കോൺ ആണ്. സോ ഇൻവേർട്ടഡ് കോൺ വിൽ ബി ലുക്കിംഗ് ലൈക്ക് ദിസ്. Okay, the length will be here, the slanting length, and the angle will be equal to r by l into 360. Here r will be the radius of the base circle and l will be the slanting height, and multiplying by 360 will be getting the angle. For example 90 degree ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, സോ ഇത് പക്ഷേ എന്തായിരിക്കും, ഒരു ഫുൾ കോൺ ആണെങ്കിൽ മാത്രമാണ് ഇതിന്റെ ഡെവലപ്മെന്റ് ഇങ്ങനെ ഇരിക്കുക. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് കണ്ടോ, ഇത് ഫ്രസ്റ്റം ഓഫ് കോൺ ആണ്. അപ്പോ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് ഡെവലപ്പ് ചെയ്ത് ഇതിപ്പോ ഈ ഒരു ലൈനിനെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇതിനെ കോൺ ആക്കി മാറ്റി. സോ ടോട്ടൽ ലെങ്ത് ഞാൻ കണ്ടുപിടിച്ചു. ടോട്ടൽ ലെങ്ത് ഇതിപ്പോ ഇവിടെ തന്നിരിക്കുന്നുണ്ടോ, എസ് എൽ എന്ന് പറയുന്നതാണ് ടോട്ടൽ ലെങ്ത് എന്ന് കരുതുക. അപ്പൊ ഈ ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾക്ക് തന്നിരിക്കുന്നത് ലെങ്ത്, ഈ ഹൈറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ലെങ്ത് നിങ്ങൾ വരച്ചിട്ട് ഇതിന്റെ ശരിയായ ഫിഗർ നിങ്ങൾ വരച്ചിട്ട് എന്ത് കണ്ടുപിടിക്കണം, ഈ ഒരു ഫിഗർ, ഇത് ലെങ്ത് കണ്ടുപിടിക്കണം. ഈ ഒരു ഫിഗർ എന്തായാലും വരക്കേണ്ടി വരും നിങ്ങൾ. ഓക്കെ, സോ ഈ ലെങ്ത് കണ്ടുപിടിച്ചു. ഈ ലെങ്ത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഇതാണ്ടോ ഇതിന്റെ ഫ്രസ്റ്റം ഓഫ് കോൺ, ഇതിന്റെ എന്താണ് ഡെവലപ്മെന്റ് ആണ്. ഈ കോണിന്റെ എസ് എൽ എന്ന ലെങ്ത് ആണ് ഇവിടെ മാർക്ക് ചെയ്തത്, കണ്ടോ. അപ്പോ ഈ എസ് എൽ എന്ന ലെങ്ത് എടുത്തിട്ട് ആ ലെങ്ത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റ്, ഇവിടെ ഈ ഒരു പോയിന്റ് എന്നെ എടുക്കുന്നില്ല. ഇവിടെ ഞാൻ ചെയ്തതുപോലെ വെർട്ടെക്സ് വെർട്ടെക്സ് എന്ന് ഒരു ലൈൻ എടുത്തിട്ടല്ല ചെയ്തത്. പക്ഷെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഒരു പോയിന്റ് എവിടെയെങ്കിലും എടുക്കുന്നു, ആ പോയിന്റ് ഈ ലെങ്ത് എസ് എൽ എന്ന ലെങ്ത് കോമ്പസിൽ എടുത്തിട്ട് ഒരു ആർക്ക് കട്ട് ചെയ്യുന്നു. ഇനി ഇതുണ്ടോ, ഇവിടുന്ന് ഈ ഒരു പോയിന്റിലേക്ക് ലൈൻ വരച്ചു. ഇനി ആംഗിൾ കണ്ടുപിടിക്കും. ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? ആംഗിൾ കണ്ടുപിടിക്കാൻ ആർ ബൈ എൽ ഇൻറ്റു തീറ്റ ഫോർമുലയിൽ ആർ ഈസ് ഈക്വൽ ടു 80/40 ആൻഡ് എൽ ഈസ് ഈക്വൽ ടു എസ് എൽ. എസ് എൽ എത്രയാണോ ആ ലെങ്ത് ആണ് എൽ, ആൻഡ് മൾട്ടിപ്ലൈഡ് ബൈ 360 യു വിൽ ഗെറ്റ് ദ ആംഗിൾ. ഇവിടെ നിയർലി ഈക്വൽ ടു 120 ഡിഗ്രിയാണ്. അപ്പോൾ 120 ഡിഗ്രി ആംഗിളിന് ഇത് കണ്ടോ, ആദ്യം കോണിന്റെ കംപ്ലീറ്റ് ആയിട്ട് കോണിന്റെ ഡെവലപ്മെന്റ് വരുന്നു. നെക്സ്റ്റ് തിങ് ഈസ് ഈ ചെറിയൊരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു, SL1 എന്ന് മാർക്ക് ചെയ്ത ഈ ചെറിയ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നു. ആ മെഷർ ചെയ്ത ഡിസ്റ്റൻസിൽ കോമ്പസ് എടുത്തിട്ട് ഇവിടെയുള്ള ഈ വെർട്ടെക്സിൽ കോമ്പസ് വെച്ചിട്ട് ഒരു ആർക്ക് ഇങ്ങനെ കട്ട് ചെയ്യുന്നു. സിമ്പിൾ, തീർന്നു. ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഡെവലപ്മെന്റ്, ഈ ഒരു പോർഷന്റെ, ഈ ഒരു ഫ്രസ്റ്റം ഓഫ് കോണിന്റെ ഡെവലപ്മെന്റ് ആണിത്. സിമ്പിൾ. ഇനി അടുത്തത് ലാസ്റ്റ് പോർഷൻ ഇതാണ്, ഈ ഒരു സിലിണ്ടറിക്കൽ പോർഷൻ, അതായത് നേരത്തെ കാണിച്ച ഈ ഒരു ചെറിയ പോർഷൻ. ഇതെങ്ങനെ വരക്കും എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിന്റെ ഡെവലപ്മെന്റ് നിങ്ങൾ ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്, വരച്ച ഓർമ്മയുണ്ടോ? ഈ ഒരു ഇതുണ്ടോ, ഇതിന് കണക്കായിട്ട് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നു, ഇവിടുന്ന് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇനി ഇതൊരു സിലിണ്ടർ ആണ്. ഇതിപ്പോ എങ്ങനെ ഇരിക്കുന്നു വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ആ ഒരു ചെറിയൊരു പോർഷൻ മാത്രം ഞാൻ ഇവിടെ എടുത്ത് വരക്കുകയാണ്. It would be like this. So ഇതിനെ ഞാൻ ലൈറ്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഹിയർ ഓൾസോ ഇതിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. എത്രയാ? ഡയ ഈസ് 16. സോ ഇതും ഈ സിലിണ്ടറിന്റെ ഡയമീറ്റർ ഇവിടെ ചെയ്തതുപോലെ
പൈ ഡി വിൽ ബി ദ ടോട്ടൽ ലെങ്ത്. ഇവിടെ ചെയ്ത പോലെ തന്നെ ഇവിടെ ഇതും ഒരു rectangular portion ആയിരിക്കും. The development of a cylinder will be a rectangle. So ഈ സിലിണ്ടറിന്റെ ലെങ്ത്, ടോട്ടൽ ലെങ്ത് എത്ര കിട്ടും? പൈ ഡി, പൈ ഇൻറ്റു 16 എത്രയാണോ ആ ലെങ്ത് ആണ്. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇതിന്റെ ആ പൈ ഇൻറ്റു 16 എന്ന ലെങ്ത്തിൽ ഒരു റെക്ടാംഗിൾ വരക്കുന്നു. ഓക്കെ, നൗ another thing I am going to do is ഇതിന്റെ ബേസ് സർക്കിൾ വരക്കുന്നു. Base will be a circle. ഈ സിലിണ്ടറിന്റെ ബേസ് ഒരു സർക്കുലർ സെക്ഷൻ ആയിരിക്കും. എന്തുകൊണ്ടാണ് ഈ സർക്കിൾ വരക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഇൻക്ലൈൻഡ് ആയിട്ട് കട്ട് ചെയ്തിട്ടില്ലേ, ആ കട്ട് ചെയ്തത് ഇവിടെ എനിക്ക് മാർക്ക് ചെയ്യണം, അതിനു വേണ്ടിയാണ്. അപ്പൊ ഈ സർക്കിൾ വരച്ചിട്ട് നമ്മൾ ഇതിനു മുമ്പ് ക്ലാസ് ചെയ്തതുപോലെ ഇതിനെ 12 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു. 12 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, ഇതിന്റെ ഓരോ പാർട്സും ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് അത് ക്ലാസ് ചെയ്ത പോലെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയേ വേണ്ടൂ, ഇതിന് മേലെ പോകേണ്ട ആവശ്യമില്ല. പിന്നെ നെക്സ്റ്റ് പ്രൊസീജിയർ ഈസ്, ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ഇതിന്റെ ലെങ്ത്, അതായത് ഈ റെക്ടാംഗുലർ പോർഷന്റെ ലെങ്ത് ഇവിടെ വരച്ചതാണ്. ഇത് ഈ കാണുന്നത് ഈ റെക്ടാംഗുലർ പോർഷന്റെ ഈ ലെങ്ത്, ടോട്ടൽ ലെങ്തിന് ഇതിപ്പോ ഇവിടെ കിട്ടിയിരിക്കുന്നത് 50.2 ആണ്. അത് നിങ്ങൾ വരക്കുമ്പോൾ പൈ ഡി എത്രയാണെന്ന് കണ്ടുപിടിക്കുമ്പോൾ കിട്ടും, ആ വാല്യൂ ആണിത്. അപ്പോ ഈ ഒരു ലെങ്തിനെ 12 ഈക്വൽ, ഇവിടെ സർക്കിളിനെ 12 ഈക്വൽ പാർട്സ് ആക്കിയ പോലെ ഇവിടെ ഈ ലൈനിനെയും 12 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ് പ്രൊസീജിയർ എന്താണ്? ഇനി അടുത്തത് 12 ഈക്വൽ പാർട്സ് ആക്കി ഇതിനെ ഡിവൈഡ് ചെയ്യുന്നു. 1 2 3 4 5 6 7 8 9 10 11 12 and again 1 will be, and again 1 to 12 and again 1, ഇങ്ങനെയാണ് വരിക. അപ്പൊ ഇതിന്റെ ഓരോ ലൈൻസും ഈ ഓരോ പോയിന്റ്സിനും ഓരോ വെർട്ടിക്കൽ ലൈൻ എടുക്കണം. ഇത് ക്ലാസ് ചെയ്ത പ്രൊസീജിയറാണ്. ഇതിനു മുമ്പ് എത്രയോ തവണ നിങ്ങൾ ചെയ്തു. ഓക്കെ, ഫൈനലി എന്ത് ചെയ്യണം? ഈ ഓരോ പോയിന്റ്സിനും ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യണം. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഈ ഓരോ പോയിന്റ്സും ജോയിൻ ചെയ്യുന്നു, ഇങ്ങനെ ജോയിൻ ചെയ്യുന്നു. അത് എങ്ങനെ ഇരിക്കുന്നത്? ഇങ്ങനെ ഇരിക്കും. ഇതിപ്പോ ഈ ഒരു കേസിൽ 8 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. കണ്ടോ, ഈ സർക്കിളും ഈ ലൈനും 8 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ 12 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. നിങ്ങൾ ഫോളോ ചെയ്തത് 12 ഈക്വൽ പാർട്സ് ആയിട്ടാണ്. ഞാനിവിടെ വരച്ചതുപോലെ നോക്കട്ടെ, ഇത് ഡയമെൻഷൻ ഒക്കെ എടുത്തിട്ട് കറക്റ്റ് ഡയമെൻഷൻ എടുത്ത് വരക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. 12 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ കുറച്ചുകൂടി എക്സാക്ട് ആയിട്ട് കിട്ടും. പക്ഷേ ഇവിടെ ചെറിയ ഡയമെൻഷൻ ആയതുകൊണ്ട് കണ്ടോ 16 mm ആണ് ഇതിന്റെ ഡയമീറ്റർ. സോ 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഇനഫ് ആയിരിക്കും, അത് മതിയാവും. ഓക്കെ, അപ്പൊ ഈ സർക്കിളിനെ 8 ഈക്വൽ പാർട്സ് ആക്കുവാന്ന് വെച്ചാൽ അപ്പോൾ ടോട്ടൽ ആംഗിൾ ഓഫ് ദി സർക്കിൾ വിൽ ബി 360. While dividing the total angle 360 by 8, we will get a value of 45 degree. Sorry, അപ്പോൾ 45 ഡിഗ്രി ആയിട്ടാണ് കിട്ടുക. ആംഗിൾ 45 ഡിഗ്രി ആയിട്ടാണ് എടുക്കേണ്ടത്. പക്ഷേ ഇവിടെ 12 ഈക്വൽ പാർട്സ് ആക്കുമ്പോൾ ആംഗിൾ 30 ഡിഗ്രി ആയിട്ടാണ് എടുക്കേണ്ടത്. ഇതിന്റെ ഓരോ ആംഗിളും 30 ഡിഗ്രി. ഇവിടെ 8 ഈക്വൽ പാർട്സ് ആയതുകൊണ്ട് ഓരോ ആംഗിളും 45 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇതാണ് ടോട്ടൽ ഡെവലപ്മെന്റ് ഓഫ് ദ ഫണൽ. ഇത് നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്. ഇപ്പൊ അധികം നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ ഈ ചോദ്യത്തിൽ ഇതുണ്ടോ, ഈ ഒരു ഇൻക്ലൈൻഡ് ലൈൻ ഉണ്ടാവില്ല.
അധികം ഈസി ആയിട്ടാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിൽ അധികം ഈസി ആയിട്ടാണ് ചോദിക്കാറ്. യൂണിവേഴ്സിറ്റി എക്സാമിൽ ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയിരിക്കും. ഇതിപ്പോ ഇത്രയും ഉണ്ടാവും. ഈ ഇൻക്ലൈൻഡ് ഈ ഒരു സെക്ഷൻ, ഈ ഒരു പോർഷൻ ഇവിടെ ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ട് 45 ഡിഗ്രി ഇൻക്ലിനേഷൻ ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഇതേപോലെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ജസ്റ്റ് ഈ ഒരു പോർഷനും ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു പോർഷൻ ഒരു റെക്ടാംഗിൾ ആയിട്ട് വരും. വേറെ ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഈ ഒരു ലൈൻസോ ഒന്നും തന്നെ വരക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, സിമ്പിൾ ആയിട്ട് കഴിയും. പക്ഷെ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൊസീജിയർ ചെയ്തിട്ട് ഇതിന് ഇങ്ങനെ വരക്കണം. നിങ്ങൾ ഇത് ക്ലാസ്സിൽ സിലിണ്ടറിന്റെ കട്ട് സെക്ഷൻ ഓഫ് എ സിലിണ്ടർ ഡെവലപ്മെന്റ് ചെയ്തതാണ്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. സോ താങ്ക് യു.